കൊല്ലം ലോക്സഭാ മണ്ഡലം നിലവിൽ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ആദ്യഘട്ടത്തിൽ വന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞിട്ടുമില്ല. BJPക്ക് അത്ര വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലമെന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ വർധനമുണ്ടായപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ താരതമ്യേന വലിയ ഭൂരിപക്ഷമൊന്നും BJPക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. UDFിന് വേണ്ടി മൂന്നാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ് NK പ്രേമചന്ദ്രൻ. RSPയുടെ നേതാവായ NK പ്രേമചന്ദ്രന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനഹൃദയങ്ങളിൽ വല്ലാത്ത ഒരിടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രൻ ഇതേ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോഴും വിജയിച്ചു. UDF സ്ഥാനാർത്ഥിയായി ഇതേ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോഴും 2 തവണ വിജയിച്ചു. അതിന് കാരണം RSPയുടെ പിൻബലത്തോടൊപ്പം തന്നെ NK പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന് ഉള്ള ജനസമ്മതി തന്നെയാണ്. ഒരു താര പോരാട്ടം തന്നെയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഭാഗത്ത് തുടർച്ചയായ വിജയം കൈവരിച്ച് ജനഹൃദയങ്ങളിൽ രാഷ്ട്രീയ താരമായി നിലനിൽക്കുന്ന NK പ്രേമചന്ദ്രൻ, ഏറ്റവും മികച്ച പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ. NK പ്രേമചന്ദ്രന് ആ ബഹുമതികളിലെല്ലാം ഒരു താരപരിവേഷമുണ്ട്. ഇനി മുകേഷിലേക്ക് വരുമ്പോൾ, നാളിതുവരെ രാഷ്ട്രീയം കൊണ്ട് മത്സരിക്കുവാൻ ശ്രമിച്ചപ്പോഴൊന്നും LDFന് NK പ്രേമചന്ദ്രനെ മലർത്തിയടിക്കുവാൻ സാധിച്ചില്ല. അത് KN ബാലഗോപാലനാണെങ്കിലും MA ബേബിക്കാണെങ്കിലും അദ്ദേഹത്തെ മലർത്തിയടിക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് NK പ്രേമചന്ദ്രനെ മലർത്തിയടിക്കുവാൻ മറ്റൊരു ഘടകം കൂടി വേണം. ആ ഘടകം കൊല്ലംകാർക്ക് സുപരിചിതനായ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമാ നടന്മാരിൽ ഒരാളായ, കൊല്ലത്തെ തന്നെ MLA ആയി നിലനിൽക്കുന്ന മുകേഷിനെ കളത്തിലിറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുകേഷ് ഇക്കുറി NK പ്രേമചന്ദ്രനെതിരായി മത്സരിക്കുവാൻ വരുന്നത്. എങ്കിലും കളം കുറച്ചുകൂടി വ്യക്തമാകേണ്ടതായുണ്ട്. രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിയേണ്ടതുണ്ട്. ആ സ്ഥാനാർത്ഥിയെ കൂടി നിർണ്ണയിക്കുമ്പോഴാണ് ചിത്രം കുറച്ചുകൂടി വ്യക്തമാക്കുക. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ നടക്കുവാൻ പോകുന്ന പോരാട്ടം മുകേഷും NK പ്രേമചന്ദ്രനും തമ്മിലാകുവാനാണ് സാധ്യത ഏറെ. വിജയസാധ്യത ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമായി BJP കൊല്ലത്തെ കാണാത്തത് കൊണ്ടും വലിയ വിജയസാധ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് മത്സരിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. വോട്ട് ഭൂരിപക്ഷം അത്രമേലില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമായതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കന്മാരാരും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ അവിടെ വിജയിച്ചു വരിക എന്നുള്ളത് ഇരുവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജാതി സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവിടെ നായർ സമുദായവും ഈഴവ സമുദായവും ഒപ്പത്തിനൊപ്പം ബലാബലം നിൽക്കുന്ന 2 സമുദായങ്ങളാണ്. എന്നാലും നാളിതുവരെ അവിടെ വിജയിച്ചു വന്നിട്ടുള്ള ലോക്സഭാ സ്ഥാനാർത്ഥികളെല്ലാം നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. നായർ സമുദായം കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. കിഴക്ക് തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവ് കോട്ടവാസൽ മുതൽ പടിഞ്ഞാറ് ചവറ കന്നേറ്റി പാലം വരെയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അവിടെ ചവറ, കൊല്ലം, ഇരവിപുരം, കുണ്ടറ, ചാത്തന്നൂര്, ചടയമംഗലം, പുനലൂര് ഇങ്ങനെയാണ് നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. ഈ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ UDF വിജയിച്ചു വന്ന ഏക നിയമസഭാ മണ്ഡലം കുണ്ടറ നിയമസഭാ മണ്ഡലമാണ്. PC വിഷ്ണുനാഥിൻ്റെ കുണ്ടറ നിയോജക മണ്ഡലം. അതല്ലാതെ മറ്റെല്ലാ ഇടങ്ങളിലും നിലവിൽ വിജയിച്ചു നിൽക്കുന്നത് LDF തന്നെയാണ്. അത് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല മുകേഷിന്. പക്ഷേ എന്നിരുന്നാലും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലൻ NK പ്രേമചന്ദ്രനെതിരായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും വിജയിച്ചു നിന്നിരുന്നത് LDF ആയിരുന്നു. എന്നിട്ടും LDFന് ലോക്സഭാ മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനെ മലർത്തിയടിക്കുവാൻ സാധിച്ചിട്ടില്ല. അതായത് 2 കൂട്ടർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. ഒരു പക്ഷേ 3 കൂട്ടർക്കും. കാരണം UDFിലേക്ക് വരുമ്പോൾ RSPയുടെ നേതാവാണ് UDFിൽ മത്സരിക്കുന്നത്. 2014 അതുവരെ അവിടെ ശക്തരായിരുന്ന RSP ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ CPMനോട് സീറ്റ് തിരികെ ചോദിച്ചു. പക്ഷേ CPM സീറ്റ് തിരികെ നൽകുവാൻ സന്നദ്ധരായില്ല. അതോടുകൂടി CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിരുന്ന RSP CPMൽ നിന്ന് വിളരുന്നു, കോൺഗ്രസിലേക്ക് എത്തുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ആയ പീതാംബരക്കുറുപ്പ് ആ സ്ഥാനം ഒഴിഞ്ഞു നൽകുന്നു. പിന്നീട് അവിടെ കണ്ടത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു.
RSPയും CPM തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ MA ബേബിയെ മലർത്തിയടിച്ചുകൊണ്ട് NK പ്രേമചന്ദ്രൻ വിജയിക്കുന്നു. പിന്നീട് 2019 നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാലൻ മത്സരത്തിലെത്തുന്നു. അവിടെയും NK പ്രേമചന്ദ്രൻ തന്നെ വിജയിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ 4,99,667 വോട്ടുകൾ കരസ്ഥമാക്കി. KN ബാലഗോപാലൻ 3,50,821 വോട്ടുകളും KV സാബു എന്ന BJP സ്ഥാനാർത്ഥി 1,03,339 വോട്ടുകൾ കരസ്ഥമാക്കി. 1,48,869 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു NK പ്രേമചന്ദ്രന് കൊല്ലം ലോക്സഭാ മണ്ഡലം നൽകിയത്. അത്തരത്തിൽ RSP തിരിച്ചുപിടിച്ച കൊല്ലം ലോക്സഭാ മണ്ഡലം, ആ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന 7 നിയോജക മണ്ഡലങ്ങൾ, ഈ 7 നിയോജക മണ്ഡലങ്ങളിലും RSPയുടെ ശക്തി കേന്ദ്രമായ ചവറയിലടക്കം RSP തോറ്റുപോകുന്നു. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSP NK പ്രേമചന്ദ്രന് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ചെറുതൊന്നുമല്ല. നിയമസഭയിൽ പരാജയപ്പെട്ടു പോയ RSPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ട ആവശ്യം വളരെ വലുതാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് NK പ്രേമചന്ദ്രനെയാണ്. 3ാം അംഗത്തിൽ UDF പാളയത്തിൽ നിന്ന് മത്സരിക്കുന്ന NK പ്രേമചന്ദ്രന് ഇക്കുറി വിജയം കൈവരിച്ചേ മതിയാകും. ഇനി മുകേഷിലേക്ക് വന്നാൽ, മുകേഷിന് ലഭിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കുറച്ചുകൂടി പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന കൊല്ലത്തെ 7 നിയോജക മണ്ഡലങ്ങൾ, ഈ 7 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷം തന്നെ വിജയിച്ചു വരുന്നു. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത്തവണയെങ്കിലും ലോക്സഭാ മണ്ഡലവും ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം മുകേഷിനാണ്. രാഷ്ട്രീയപരമായി NK പ്രേമചന്ദ്രനെ മലർത്തിയടിക്കുവാൻ കഴിയില്ല എന്ന് MA ബേബിയും KN ബാലഗോപാലനും ഒക്കെ നിരവധി തവണ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലംകാർക്ക് സുപരിചിതനായ രാഷ്ട്രീയക്കാരനായ സിനിമാ താരമായ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത മുകേഷിനെ കളത്തിലിറക്കുന്നത്. അത് മാത്രമല്ല CPMന്റെ ലക്ഷ്യം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ സ്ത്രീകളുടെ വോട്ടാണ് മുകേഷിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത്. ഇനി BJPയിലേക്ക് വരുമ്പോൾ, BJPക്ക് വോട്ട് വർധനവില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. എന്നിരുന്നാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് BJP. അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല BJPക്ക്. അതുകൊണ്ട് ഇക്കുറി BJP കുറച്ചുകൂടി കാര്യമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് കണ്ടേക്കാം. സ്ഥാനാർത്ഥിയും അത്രമേൽ പ്രാധാന്യമുള്ള ഒരാളാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന നേതാവൊന്നും മത്സരിക്കത്തക്ക തരത്തിലേക്ക് പിൻബലമൊന്നും BJPക്ക് കൊല്ലത്തില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെയൊന്നും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ JS ജയലാൽ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 59,296 വോട്ടുകൾ കരസ്ഥമാക്കി. PB ഗോപകുമാർ ആയിരുന്നു BJP സ്ഥാനാർത്ഥി. അദ്ദേഹം 42,090 വോട്ടുകൾ കരസ്ഥമാക്കി. S പീതാംബരക്കുറുപ്പ് 34,280 വോട്ടുകൾ കരസ്ഥമാക്കി. ഭൂരിപക്ഷം ലഭിച്ചത് 17,206 വോട്ട്. ഇനി കുറച്ചുകൂടി കാര്യമായി കൊല്ലത്തിന്റെ ജാതീയ സമവാക്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നായർ ഈഴവ സമുദായങ്ങൾ ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. എന്നിരുന്നാലും തീരദേശ പ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്ക സഭയെയും ക്രൈസ്തവ മതവിശ്വാസികളെയും ദളിതരെയും വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട വോട്ടർമാരെയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇവരുടെ എല്ലാ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുവാൻ സാധ്യതകളുള്ളത്. എന്തായാലും NK പ്രേമചന്ദ്രൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. മുകേഷിനെ കൊണ്ട് തന്നെ തളർത്തുവാനും തളയ്ക്കുവാനും കഴിയില്ല എന്ന ആത്മവിശ്വാസം, ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ജനവികാരമുണ്ട് എന്ന ആത്മവിശ്വാസം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തണം എന്ന ആത്മവിശ്വാസം, ഈ ആത്മവിശ്വാസങ്ങൾ ഒക്കെ തന്നെയാണ് NK പ്രേമചന്ദ്രനെ കളിക്കളത്തിൽ ഇറക്കുന്നതും. NK പ്രേമചന്ദ്രന് സുപരിചിതമല്ലാത്ത ഒരു മണ്ണല്ല കൊല്ലം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് ഇക്കുറിയും അദ്ദേഹം വിജയിക്കുവാൻ സാധ്യതയേറെയാണ്. മുകേഷിലേക്ക് വരുമ്പോൾ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയം കൊണ്ട് തോറ്റുപോയ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ താരപരിവേഷം കൊണ്ട് തിരിച്ചുപിടിക്കുവാൻ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. പക്ഷേ KN ബാലഗോപാലിനും MA ബേബിക്കുമൊന്നും കഴിയാത്തത് മുകേഷിനെ കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിന് നിറഞ്ഞ ചിരിയാണ് മുകേഷിന് പകരം പറയുവാനുള്ളത്. ഇതല്ല, ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് ഈ മുകേഷ് എന്ന ഒരു ധ്വനിയും അതിലുണ്ട്. ഇനി BJPയിലേക്ക് വരുമ്പോൾ LDFിലും UDFിലും ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് BJPയെ ഇനി വോട്ടുകൾ കൂടുതൽ നൽകി അധികാരത്തിലെത്തിക്കുവാൻ ജനങ്ങൾ ശ്രമിക്കും എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. പക്ഷേ കൊല്ലം ലോക്സഭാ മണ്ഡലം BJPക്ക് ഒത്ത മണ്ണല്ല എന്ന ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാകണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശക്തി കേന്ദ്രമല്ല BJPക്ക്
കൊല്ലം ലോക്സഭാ മണ്ഡലം മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംസ്ഥാന നേതാവ് മത്സരിക്കുവാനുള്ള സാധ്യതയും കുറവാണ്. എന്നിരുന്നാലും വിജയപ്രതീക്ഷ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് BJPക്ക്. ഇനി കളിക്കളം ഒരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ കുറച്ചുകൂടി മുറുകിയ കളിക്കളത്തിൽ മുറിഞ്ഞു വീഴുവാൻ പോകുന്നത് ആരെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആര് വിജയിക്കുമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.